ഹലോ. നല്ല മഴയാണേ. ആ മഴ എന്താണ് എല്ലായിടത്തും മഴയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ മഴയായിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം അച്ഛയും മോനും ഇരുന്ന് സിനിമ കാണുന്നു. ഈ മഴയത്ത് നമുക്ക് ഒത്തിരി ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ തോന്നും. അതും കൂടുതലും നമുക്ക് ഇങ്ങനെ വറുത്ത പലഹാരങ്ങളും ഒക്കെ ആയിരിക്കും കൂടുതലും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നേ. അപ്പടി ഇലകളെല്ലാം വന്ന് കിടക്കുന്നത് കണ്ടോ? മുറ്റമെല്ലാം ഒരു എന്താണ് വല്ലാതെ മോശമായി കിടക്കുന്നു. ഇപ്പം മോനൂട്ടനും ടി വി കാണുന്നു, സുല്ലിയേട്ടനും ടി വി കാണുന്നു. അച്ഛൻ അവൻ വിളിക്കുന്നത് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം അവർ രണ്ടും ടി വി കാണുകയാണ്. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്, എങ്കിലും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. സത്യത്തിൽ ഇവിടെ ദാണ്ട് ഈ വാഴപ്പഴം ആർക്കും മഴയും കൂടെ ആയപ്പോൾ ഒട്ടും വേണ്ട. കുറച്ചുകൂടി ഇരിപ്പുണ്ട്, ഇനിയും ബാക്കി ഇവിടെ ഇത്രയും ഇരിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്ന പോലെ അതുണ്ടാക്കി. ഈ പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്. അമൃതം പഴം എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. അല്ലെങ്കിൽ നമുക്ക് സുന്ദരി വാഴ എന്നൊക്കെ പറയുന്ന ആ വാഴയിലെ പഴമാണത്. പിന്നെ ചക്ക വറുത്തതുണ്ടായിരുന്നു. അപ്പം ഞാനോർത്തു രണ്ടും കൂടി ഇവർക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. ടി വി കാണുമ്പം ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചോളും. അപ്പം മോനൂട്ടന് ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോ എടുത്ത് അപ്പോഴാണ് കണ്ടത്. അവൻ വന്ന് അഭിപ്രായം പറഞ്ഞു. നാളെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. ഇപ്പം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം എന്തായാലും ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ മഴക്കാല എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഏത്തയ്ക്കാപ്പം അങ്ങനെയൊക്കെ. ഏത്തയ്ക്കാപ്പം പോട്ടെ, ഇത് എന്താണ് പഴംപൊരി എന്ന് പറയായിരിക്കും അല്ലേ? അങ്ങനെ പറയായിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.